ഹായ്, അമ്മാസ് ഡെയിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റിയ ക്രിസ്പി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് അടദോശ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് പച്ചരി, 1/2 കപ്പ് കടലപ്പരിപ്പ്, അതേ അളവിൽ തന്നെ തുവരപ്പരിപ്പ് എടുക്കുക. 1/2 കപ്പ് തുവരപ്പരിപ്പ്, 1/4 കപ്പ് ചെറുപയർ ഇല്ലെങ്കിൽ ചെറുപയർ പരിപ്പെടുക്കുക, 1/4 കപ്പ് ഉഴുന്നെടുക്കുക. നല്ലപോലെ കഴുകിയതിന് ശേഷം 5 or 6 വറ്റൽ മുളക് ഇടുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. 2 കപ്പ് വെള്ളം ഒഴിക്കുക. കുതിർത്ത് വയ്ക്കുക. ഒരു 6 മണിക്കൂറാണ് ഇത്. 6 മണിക്കൂർ നേരമെങ്കിലും കുതിർത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം. അരയ്ക്കാൻ നേരത്ത് 1 കഷ്ണം ഇഞ്ചി, കുറച്ച് കരിവേപ്പിലയും കൂടിയിട്ട് അരച്ചെടുക്കുക. ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക. ഇച്ചിരി തരിയോട് കൂടി ഇരിക്കണം. എന്നിട്ട് ഇതിലേക്ക് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില, കരിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കരിവേപ്പിലയും മല്ലിയിലയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്യുക. നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അരച്ച ഉടനെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇത് പുളിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. വറ്റൽ മുളക് പൊടിച്ച പൊടിയാണ് ഇടുന്നത്. നമുക്ക് ദോശ ഉണ്ടാക്കി നോക്കാം. നല്ല സ്മൂത്തായിട്ട് പരത്തി കൊടുക്കുക. ഇത് കട്ടിയായാൽ ഇത് വേവാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് നമ്മൾ സ്മൂത്തായിട്ട് നല്ലപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. പരിപ്പായതുകൊണ്ട് വേവാൻ ഇത്തിരി സമയമെടുക്കും. അങ്ങനെ നമ്മുടെ അടദോശ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള, ക്രിസ്പി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞുമക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പം ഞാനിന്നിവിടെ തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് മുളക് ചമ്മന്തി ഉണ്ടാക്കാം, സാമ്പാർ ഉണ്ടാക്കാം. ഏതും ഇതിൻ്റെ കൂടെ ചേരുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.